members of cooperative societies are. A cooperative society is a shareholders association. That means the members are its real owners. Okay. A cooperative society is a shareholders association. The members are its real owners. They have certain rights as well as duties. Open and voluntary membership is one of the main features of every cooperative institutions or cooperative societies. This does not mean that anybody can join the society at any time. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ മെമ്പേഴ്സാണ് സത്യത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തെറ്റായി ധരിക്കരുത്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഏത് സമയത്തും മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതല്ല അർത്ഥം. പക്ഷേ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് വൺ ഓഫ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Okay. There are qualifications for individual membership. Some restrictions are also placed on members from withdrawal of shares. അതായത് ഒരാൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അതിന് പ്രത്യേകതരമായ ചില ക്വാളിഫിക്കേഷനുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ചില നിബന്ധനകളുമുണ്ട്. ഷെയർ എടുത്തു കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്നതിനും ചില നിബന്ധനകളുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയും. ദെൻ ഹു കാൻ ബിക്കം മെമ്പേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർക്കൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ, എനി അതർ സൊസൈറ്റി, എ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ദ ഗവൺമെൻറ്, ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് മെമ്പർ ആവാം. അതുപോലെ തന്നെ അതർ സൊസൈറ്റിക്ക് മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പർ ആവാം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് മെമ്പർ ആവാം. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മെമ്പർ ആവാം. ഇനി ബോഡി ഓഫ് പേഴ്സൺസ്, ഏതെങ്കിലും ബോഡി ഓഫ് പേഴ്സൺസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഈസ് ഓൾസോ ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. Decision on application for membership should be taken within 2 months from the date of receipt of the application. If it is not disposed within the specified time, the register shall be bound to the written request of the applicant to determine whether SU membership shall be given or not. If it is not done, the applicant may make a representation before register. അപ്പോൾ ഒരാളെ മെമ്പറാക്കുക എന്നുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ എടുക്കേണ്ടത് വിത്തിൻ 2 monthsൻ്റെ ഉള്ളിൽ തന്നെ ആ ഡിസിഷൻ എടുക്കണം. അതായത് ഒരു വ്യക്തി മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ നൽകി കഴിഞ്ഞാൽ വിത്തിൻ 2 monthsൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു റെപ്രസെൻറ്റേഷൻ രജിസ്ട്രാർക്ക് മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, അതിനൊരു തീരുമാനം ഈ ഒരു പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ കാരണങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഗിവൺ ടു ദ രജിസ്ട്രാർ. Okay. Then who can become a members in a cooperative society? However, there are certain restrictions in the following cases. അപ്പോൾ ആരൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ചില നിബന്ധനകൾ ഇങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്നതിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A society formed for the promotion of economic interest of its members through specified activities. അതായത് ചില സൊസൈറ്റി ചില ഇക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഫോം ചെയ്യാറുണ്ട്. അതായത് ചില മെമ്പേഴ്സിൻ്റെ വേണ്ടിയിട്ട് മാത്രം ഫോം ചെയ്യുന്ന ചില സൊസൈറ്റികളുണ്ട്. ചില ക്ലാസ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ട് മാത്രം ഫോം ചെയ്യുന്ന ചില സൊസൈറ്റികളുണ്ട്. അത്തരം സൊസൈറ്റികൾക്ക് എല്ലാവർക്കും മെമ്പർ ആവാൻ സാധിക്കുന്നതല്ല. ആ പറയുന്ന ആ സ്പെസിഫൈഡ് പേഴ്സൺ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ക്ലാസ് ഓഫ് പീപ്പിളിന് മാത്രമേ അവിടെ മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എനി പർട്ടിക്കുലർ ഇൻഡസ്ട്രി. ചിലപ്പോൾ ചില പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചില കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുടങ്ങാം. അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതൊരു വ്യക്തിക്കും മെമ്പർ ആവാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി നടത്തുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ അത്തരത്തിലുള്ള സൊസൈറ്റികളിൽ മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. A society for the benefit of particular industry like coffee board, rubber board or other statutory bodies. അതായത് കോഫി ബോർഡ് അതുപോലെ തന്നെ റബ്ബർ ബോർഡ് ഈ പറയുന്ന സൊസൈറ്റികളൊക്കെ മെമ്പർഷിപ്പ് എല്ലാവർക്കും നൽകില്ല. ആ ആക്ടിവിറ്റിയുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് ചില റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ the next, qualification for individual membership, section 16, rule 16 and 17. What are the qualifications required for a person to become a member? അതാണ് നമ്മൾ എടുത്തതായിട്ട് പറയുന്നത്. He must have attained age of 18 years.
അതായത് ഒരു വ്യക്തിക്ക് മെമ്പർ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഇതിന് ചില എക്സംഷൻ ഉണ്ട്. അതായത് ചിലപ്പോൾ സ്റ്റുഡൻസ് നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ഈ 18 വയസ്സ് എന്നുള്ള നിബന്ധന ബാധകമല്ല. അല്ലാത്ത എല്ലാ സൊസൈറ്റികളിലും പേഴ്സൺ എന്ത് അറ്റൈൻ ചെയ്തിരിക്കണം? ഏജ് ഓഫ് 18 ഇയേഴ്സ്. ഓക്കെ. ദെൻ ഈ ഷുഡ് നോട്ട് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഈ ഷുഡ് നോട്ട് ബി ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഒരു അൺസൗണ്ട് മൈൻഡുള്ളവർ ആകാൻ പാടില്ല. സാധാരണ രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ, അൺസൗണ്ട് മൈൻഡുള്ള വ്യക്തികൾക്ക് എന്താവാൻ പാടില്ല, ഇതിൽ മെമ്പർഷിപ്പ് നൽകാൻ പാടില്ല. ഈ ഷുഡ് ബി റെസിഡൻറ്റ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ സൊസൈറ്റി ഓർ ഈ ഷുഡ് ബി ഇൻ ദ ഒക്യുപ്പേഷൻ ഓഫ് ലാൻഡ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. ഒന്നുകിൽ അദ്ദേഹം താമസിക്കുന്നത് ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് ആ ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തത് ഈ ഷുഡ് ബി നോട്ട് ആൻ ഇൻസോൾവെന്റ് ഓർ ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ഫോർ ദ അഡ്ജുഡിക്കേഷൻ ആസ് എ ഇൻസോൾവെന്റ്. അതായത് വ്യക്തികൾ പാപ്പരായവരെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പാപ്പരായവർക്ക് അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആയവർക്ക് മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ പാപ്പരത്വത്തിന് വേണ്ടിയിട്ട് പിന്നെ അപേക്ഷ നൽകിയവരോ അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷനുള്ള കോടതി മുഖാന്തരം അഡ്ജുഡിക്കേഷനുള്ളവരോ ആണെങ്കിൽ പോലും അവർക്കും ഈ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. The next one, he should not be sentenced for an offence other than political nature or involving moral turpitude. അതായത് ഒഫൻസിൽപ്പെട്ടവരെ, ഏതെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരെ മെമ്പർഷിപ്പ് നൽകുവാൻ സാധിക്കുന്നതല്ല. ഈ കുറ്റകൃത്യങ്ങളിൽ പൊളിറ്റിക്കൽ നാച്ചുറലുള്ള ഒഫൻസ് ആണെങ്കിൽ എക്സംഷൻ ആണ്. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലോങ് റെസ്ട്രിക്ഷൻ അല്ല. ഇത് അവർ അതിൽ നിന്ന് മുക്തരായി വന്നാൽ അവർക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഈ ഷുഡ് നോട്ട് ബി പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി ഓഫ് ഇറ്റ് ഈസ് ഫിനാൻസിംഗ് ബാങ്ക് ഓർ പെയ്ഡ് എംപ്ലോയീസ് എനി അതർ സൊസൈറ്റി ഫോർ വിച്ച് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ബാങ്ക്. അതായത് പെയ്ഡ് എംപ്ലോയി ആയവർക്ക്, ഒരു സൊസൈറ്റിയുടെ പെയ്ഡ് എംപ്ലോയി ആയവർക്ക് ആ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുന്നതല്ല. മനസ്സിലായല്ലോ? പെയ്ഡ് എംപ്ലോയിയോ അല്ല വർക്കേഴ്സോ ആയെങ്കിൽ അവർക്ക് ആ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു നിബന്ധന മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റിക്കോ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് സൊസൈറ്റിക്കോ അത്തരത്തിലുള്ള സൊസൈറ്റിക്ക് ഈ ഒരു നിബന്ധന ബാധകമല്ല. ഓക്കെ. ദ നെക്സ്റ്റ് വൺ, ഈ ഷുഡ് നോട്ട് ഹാവ് ബീൻ സർചാർജ്ഡ്. അതായത് സർചാർജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാൾ പ്രാക്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂൾസിനോ അല്ലെങ്കിൽ ബൈലോക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ സർചാർജ്ഡ് എന്ന് പറയുന്ന പ്രൊവിഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏറ്റുവാങ്ങിയ വ്യക്തികൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നതല്ല. അതായത് ഇതും ഒരു പെർമനൻറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അവർ അതിൽ നിന്ന് മുക്തരായി വന്നാൽ അവർക്ക് ഈ തരത്തിലുള്ള മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ. Then next one, Rule 16 and Rule 20 lay down the procedure for getting membership. ഇനി എന്തൊക്കെ പ്രൊസീജിയറാണ് ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഈ മസ്റ്റ് ഹാവ് അപ്ലൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ് ഫോം ഗിവൺ ബൈ ദ സൊസൈറ്റി. ഓരോ സൊസൈറ്റിക്കും അവരുടേതായ ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. ആ മെമ്പർഷിപ്പിന് വേണ്ട അപ്ലിക്കേഷൻ ഫോം വ്യക്തമായ രീതിയിൽ ഫില്ല് ചെയ്തിട്ട് സൊസൈറ്റിയിൽ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മസ്റ്റ് മേക്ക് എ നെസസറി പേയ്മെൻറ്റ് സച്ച് അഡ്മിഷൻ ഫീ, സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ടു ഷെയർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീയും അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഫീയും നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. ഈസ് അപ്ലിക്കേഷൻ ഓർ ടു ഹാവ് എ അപ്രൂവ്ഡ് ബൈ ദ സൊസൈറ്റി. അതായത് സൊസൈറ്റി ഇവരുടെ അപ്ലിക്കേഷൻ അംഗീകരിക്കേണ്ടതാണ്. ഹി മസ്റ്റ് ഹാവ് ഫുൾഫിൽഡ് ഓൾ അതർ കണ്ടീഷൻസ് ലേ ഡൗൺ ദ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ്. അത് ബൈലോയിൽ പറയുന്ന എല്ലാ റൂൾസും ആക്ടിനൊക്കെ യോജിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഫുൾഫിൽ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുള്ളൂ. In case of other society, statutory or non-statutory body approved by the government or corporation constituted by the government, it shall be accompanied by a resolution authorizing by apply for membership. അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോർഡോ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡോ അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ കോർപ്പറേഷനിൽ ഒക്കെ ആണെങ്കിൽ അവിടെ എന്ത് വേണമെന്നാണ് പറയുന്നത്, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓതറൈസ്ഡ് ബൈ ദ അപ്ലൈ ഫോർ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണം, ഓതറൈസിങ് ലെറ്റർ തന്നെ ആവശ്യമാണ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. എ ഡിസിഷൻ ഓൺ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഹാസ് ടു ബി ടേക്കൻ വിത്തിൻ 2 months of its receipt. In the case of refusal, decision has to be communicated within 15 days. അതായത് 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു മെമ്പർഷിപ്പിന് അപേക്ഷ നൽകി കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനം അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് റെഫ്യൂസൽ ആണെങ്കിൽ ആ ഡിസിഷൻ ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്.
ഓക്കെ, അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, എൻഷുറിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് സൊസൈറ്റി. In the management of society, section 16A, ensuring participation of members in the management of society. ആ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിൽ ഒരു മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്ഷൻ 16A പ്രകാരം പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. As per this section, if members is not using the service of society for 2 consecutive years or using the service below minimum level as may be prescribed in the rules or bylaw, has not be attended the 3 consecutive general meeting of the society, and such a absence has not be condoned by the members in the general meeting, shall cease to be a member of the society. അതായത് സൊസൈറ്റിയിൽ മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുകയാണ് സെക്ഷൻ 16A പ്രകാരം. അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം ഒരു മെമ്പർ തുടർച്ചയായി 2 വർഷം സൊസൈറ്റിയുടെ ഏതൊരു തരത്തിലുള്ള സർവീസും യൂസ് ചെയ്യുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ തുടർച്ചയായി 3 മീറ്റിങ്ങുകളിൽ കോൺസിക്യൂട്ടീവായിട്ട് 3 മീറ്റിംഗ് ജനറൽ ബോഡി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുകയോ അതിൽ ആബ്സെൻസ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനവർ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ അവരെ മെമ്പർഷിപ്പിൽ നിന്നും സീസ് ചെയ്യാനുള്ള അവകാശം സൊസൈറ്റിക്ക് ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു ക്ലോസ് വെക്കാൻ കാരണം എല്ലാ മെമ്പേഴ്സും ആക്റ്റീവായിട്ട് സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. If it is the committee of the society which remove the member after giving him opportunity for making representation. ഇനി അദ്ദേഹം കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആണെങ്കിൽ അവരെ ആ മെമ്പറിൽ നിന്ന് സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും സൊസൈറ്റി നൽകുന്നതായിരിക്കും. Okay, the members sole moved shall not be eligible for re-admission for a period of 1 year from the date of such removal. ഇനി ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു മെമ്പറെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ അടുത്ത 1 വർഷത്തിനുള്ളിൽ അവർക്ക് റീ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. ഇതൊക്കെയാണ് ആ ഒരു ക്ലോസിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, റൂൾ 16A, ഐഡൻറ്റി കാർഡ്. അടുത്ത നമുക്ക് എന്തായിട്ട് ഐഡൻറ്റി കാർഡ് എന്താണെന്ന് നോക്കാം. ഐഡൻറ്റി കാർഡ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ ഐഡൻറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരു കാർഡ് ഈ സൊസൈറ്റി ഏതൊരു വ്യക്തിക്കും ഏതൊരു മെമ്പേഴ്സിനും ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ഐഡൻറ്റി കാർഡ്. മെമ്പർ ആയവർക്ക് എല്ലാവർക്കും ഈ ഐഡൻറ്റി കാർഡ് കൊടുക്കും. അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ റിട്ടൺ എവിഡൻസ് ആണ്. അവർ ആ സൊസൈറ്റിയുടെ മെമ്പർ എന്നുള്ളതിനുള്ള ഒരു റിട്ടൺ എവിഡൻസ് ആയിട്ടാണ് അത് കരുതുന്നത്. നോക്കാം നമുക്ക്. എ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഷാൽ ബി ഇഷ്യൂഡ് വിത്തിൻ ദ ഐഡൻറ്റി കാർഡ് ഇൻ ദ ഫോം 6A. It shall be conclusive evidence to prove his membership in the society. The member shall furnish 2 copies of recent photograph or passport size to the society. Copies of the photograph shall be attested by the chief executive of society or any officer specially approved by the committee for that purpose. 1 copy of the attested photograph shall be fixed in the identity card and the other in the prescribed register. The identity card shall bear the seal of society. ഇതിൽ അത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. ഏതൊരു മെമ്പറായ ഒരു വ്യക്തിക്കും ഐഡൻറ്റി കാർഡിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അവർ അത് ഫോം 6A പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവർ 2 പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ അവർ സൊസൈറ്റിയെ ഏൽപ്പിക്കേണ്ടതാണ്. അതിലൊരു ഫോട്ടോ അവരുടെ ഐഡൻറ്റി കാർഡിൽ പതിക്കുകയും മറ്റേ ഫോട്ടോ അതിൻ്റെ ഒരു രജിസ്റ്ററിൽ പതിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യും. ആരാണ് അറ്റസ്റ്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ പേഴ്സൺ ആരാണ് അതിനുവേണ്ടി നിയോഗിച്ച് അവരത് നിർബന്ധമായും അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാർഡിൽ സൊസൈറ്റിയുടെ ഒഫീഷ്യൽ സീലും അതിൽ പതിപ്പിച്ചിട്ടുണ്ടാവും. The society shall issue identity card within a period of 15 days from the date of receipt of the photograph. In deserving cases, the period can be relaxed by the registrar. ഇനി ഇങ്ങനെ ഐഡൻറ്റി കാർഡ് 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫോട്ടോഗ്രാഫ് കിട്ടിയാൽ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ഇനി എന്തെങ്കിലും കേസിൽ അങ്ങനത്തെ എന്തെങ്കിലും റിലാക്സേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് രജിസ്ട്രാർ നൽകുന്നതാണ്. ഓക്കെ. Then the identity card shall be issued direct to the member concerned. It should not be given any other person. ഡയറക്റ്റ് ആയിട്ട് തന്നെ മെമ്പർക്ക് അത് ഐഡൻറ്റി കാർഡ് നൽകേണ്ടതാണ്. വേറൊരു വ്യക്തിക്ക് അത് മറ്റൊരു കൈകളിൽ അത് നൽകേണ്ടതില്ല. ഡയറക്റ്റ് തന്നെ ആ വ്യക്തികൾക്ക് നൽകേണ്ടതാണ്. ഇനി അതിൽ ചില കേസുകളാണ് പറയുന്നത്. ഇഫ് മെമ്പർ ഫെയിൽസ് ടു ഒബ്റ്റെയിൻ ഈസ് ഐഡൻറ്റി കാർഡ് അറ്റ് ദ സ്പെസിഫൈഡ് ടൈം may apply later to the chief executive or such officer specially empowered to issue identity card. The officer at liberty to issue or not to issue identity card. If the request is rejected, the reason for the same has to be recorded
ആൻഡ് ദ മാറ്റർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അപ്ലിക്കൻറ്റ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറയുന്ന കൃത്യമായ സമയത്തിനുള്ളിൽ ഐഡൻറ്റി കാർഡ് കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ അത് പിന്നെ വേണമെങ്കിൽ വീണ്ടും അതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ സ്പെഷ്യൽ ഓഫീസറെ അതിന് നിയോഗിച്ച ഓഫീസർ മുമ്പിൽ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ്. അവർക്ക് വേണമെങ്കിൽ അത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാം, അല്ലാത്ത കേസിൽ അവർക്ക് ഇഷ്യൂ ചെയ്യാതെ ഇരിക്കും. അത് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷണറി പവറാണ്. ഇനി അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം ആ മെമ്പറെ അറിയിക്കേണ്ട, അല്ലെങ്കിൽ ആ അപ്ലിക്കൻറ്റിനെ അറിയിക്കേണ്ടതാണ്. If the identity card issued to a member has been lost, defeated, or accidentally destroyed or damaged, duplicate identity card may be issued on application. But the chief executive or the competent officer should satisfy himself about the correctness of the facts. No application for duplicate identity card shall be rejected without giving the applicant an opportunity of being heard. അതായത് ഇത് ഒരു തിരിച്ചു കിട്ടാത്ത വിധം ഏതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് നഷ്ടപ്പെട്ടാൽ അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷന് വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ അതോറിറ്റി, ആ കോമ്പറ്റൻ്റ് അതോറിറ്റി അവർക്ക് ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ള കാരണം വ്യക്തമായിട്ടും ആരെ അറിയിക്കേണ്ടതാണ്, ആ ആപ്ലിക്കൻറ്റിനെ അറിയിക്കേണ്ടതാണ്. അതുപോലെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ആര് മുഖവിലക്ക് എടുക്കേണ്ടതാണ്, ഈ ഓഫീസർ മുഖവിലക്ക് എടുക്കേണ്ടതാണ്. The next one is the original of identity card for which duplicate issued has been recovered later, it should be surrendered to the society. അതായത് ഇനി ഇങ്ങനെ നഷ്ടപ്പെട്ടു ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റി കാർഡ് വാങ്ങിയതിന് ശേഷം ആ പഴയ ഐഡൻറ്റി കാർഡ് തിരിച്ചു കിട്ടിയാൽ അത് നിർബന്ധമായിട്ടും സൊസൈറ്റിയിൽ സറണ്ടർ ചെയ്യേണ്ടതാണ്. If the competent authority of the society refuse issue of the identity card to any member, he may appeal the register within 15 days and the register has to dispose the matter within 13 days. ഇനി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഐഡൻറ്റി കാർഡ് ഏതെങ്കിലും ഒരു സൊസൈറ്റി നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് അത് രജിസ്ട്രാറെ അറിയിക്കാവുന്നതാണ്. അതിന് വേണ്ട നടപടികൾ രജിസ്റ്റർ സ്വീകരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞു, നിങ്ങളുടെ ഐഡൻറ്റി കാർഡ് റിഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഓർഡർ കിട്ടിയ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആപ്ലിക്കൻറ്റ് രജിസ്ട്രാറെ സമീപിക്കുകയും രജിസ്റ്റർ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് എക്സ്പൾഷൻ ഓഫ് എ മെമ്പേഴ്സ്. സെക്ഷൻ 7 ആൻഡ് റൂൾ 18 ആണ് എക്സ്പൾഷൻ ഓഫ് എ മെമ്പേഴ്സ്, വിച്ച് മീൻസ് റിമൂവൽ ഓഫ് എ മെമ്പേഴ്സ്. A member can be expelled if he act against the interest of the society or has failed to comply with the പ്രൊവിഷൻസ് ഓഫ് ദ ബൈലോ. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി സൊസൈറ്റിയുടെ ബൈലോക്കോ പ്രൊവിഷൻസോ ആക്ടിനോ എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ സൊസൈറ്റിക്ക് എക്സ്പെൽഡ് ചെയ്യാവുന്നതാണ്. Resolution for the expulsion has been passed in the general body, especially convinced for the purposes 2/3 of the majority of the members present and voting. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ എക്സ്പെൽഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും വേണം. സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 3/2 ഭാഗം ആൾക്കാർ പ്രസന്റ് ആകുകയും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. Then resolution can be moved either by a member or by the committee. If it is proposed by a member, proposal shall be given within writing in the chairman of the society. ഇനി ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ സൊസൈറ്റിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഏതെങ്കിലും ഒരു മെമ്പർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ മെമ്പർക്ക് ആ കാര്യം സൊസൈറ്റിയെ അറിയിക്കാവുന്ന അവകാശമുണ്ട്. അതിനെ അറിയിക്കുന്നത് ഒരു റിട്ടൺ ഫോർമാറ്റിൽ എഴുതിയിട്ട് സൊസൈറ്റിയുടെ ചെയർമാന് നൽകേണ്ടതാണ്. അങ്ങനെ ചെയർമാൻ നൽകി കഴിഞ്ഞാൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ ചെയർമാൻ എടുക്കുന്നതാണ്. അതായത് ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയർമാൻ എടുക്കുന്നതായിരിക്കും. In both the cases, the committee shall be sent a registered notice to the concerned members, requested to furnish the explanation within 15 days of the receipt of the notice. ഇനി ഏതൊരു കേസിൽ തന്നെ, അതായത് സൊസൈറ്റി സ്വമേധയാ ഒരു തീരുമാനിക്കുകയോ അല്ലെങ്കിൽ മെമ്പർ വഴി തീരുമാനിക്കുകയോ ചെയ്ത ഏതൊരു കേസിലാണെങ്കിൽ പോലും ഈ പറയുന്ന വ്യക്തിക്ക് ഇത് ബാധകമായ വ്യക്തിക്ക് 15 ഡേയ്സിന് അവർക്കൊരു നോട്ടീസ് നൽകേണ്ടതാണ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ മെമ്പർ 15 ഡേയ്സിനുള്ളിൽ എക്സ്പ്ലനേഷൻ സൊസൈറ്റിക്ക് നൽകേണ്ടതാണ്. ഓക്കെ. ഈ ഷാൽ ഓൾസോ ബി ഗിവൺ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പേഴ്സണൽ ഹിയറിംഗ് ഈ സോ ഡിസയർ. അതായത് അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ മെമ്പേഴ്സിന് പേഴ്സണലായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി സൊസൈറ്റിക്ക്. ഓക്കെ. ദെൻ if it is decided that the member shall be expelled, special general body meeting conducted and passed a special resolution, it is to be communicated to the member within 15 days. ഇനി അദ്ദേഹത്തെ നമ്മൾ എക്സ്പെൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. In such a case, appeal against the expulsion will live with the register under section 83. സെക്ഷൻ 83 പ്രകാരം അദ്ദേഹത്തിന് ഇതിനെതിരെ അപ്പീലിന് രജിസ്റ്ററിന് മുമ്പിൽ പോകാവുന്നതാണ്.
expelled member shall not be eligible for re-admission as a member of that society for a period of 1 year from the date of such expulsion. അതായത് ഇങ്ങനെ പുറത്താക്കിയ മെമ്പറിന് തൊട്ടടുത്ത ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് റീ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി സെക്ഷൻ 16 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഹു ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ദ പേഴ്സൺസ് ടു ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ അതിൽ സെക്ഷൻ 16 എൻഷുറിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റി പറഞ്ഞു. ദെൻ ഇപ്പോൾ പറഞ്ഞ ഐഡൻറ്റി കാർഡ് പറഞ്ഞു. ഓക്കെ, ദെൻ ലാസ്റ്റ് പറഞ്ഞ എക്സ്പെൽഷൻ ഓഫ് എ മെമ്പേഴ്സും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു.